ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാഡത്തിന്റെ ജീവിതം ഇല്ലാതാക്കാൻ ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. മാഡം എന്നോട് കാണിച്ച സ്നേഹവും കാരുണ്യവും ഒക്കെ ഞാൻ മറന്നിട്ടുമില്ല. എന്നോടുള്ള ദേഷ്യത്തിന് എന്റെ മകളെ എന്തിനാ ശിക്ഷിച്ചത്? അല്ല, ഫംഗ്ഷൻ വളരെ ചെറുതാണെന്ന് പറഞ്ഞിട്ട് സിത്താരയുടെ വേലക്കാരി വരെ വിളിച്ചിട്ടുണ്ടോ? എന്റെ മോളുടെ ഭർത്താവിന്റെ പിറന്നാളല്ലേ, വിളിക്കാതെ തന്നെ വരാൻ എനിക്ക് അവകാശമില്ലേ? അതെങ്ങനെ ഗാഥ ഇവരുടെ മകളാകുന്നേ? അതെന്ത് ചോദ്യം നിർമ്മലേ? ഗാഥ മോൾക്ക് വളർത്തമ്മയുടെ സ്ഥാനത്താണ് തങ്കം എന്ന് എല്ലാവർക്കും അറിയില്ലേ? പൂജയും വ്രതമൊക്കെ നടക്കുന്നത് കൊണ്ട് നവീന്റെ പിറന്നാള് പേരിനൊന്നും നടത്തിയെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നിർബന്ധമായിട്ടും തങ്കത്തിനെ അറിയിക്കുമായിരുന്നു. സാരമില്ല. മോനെ, അമ്മയുടെ ഒരു ചെറിയ സമ്മാനം. അമ്മ തരുന്നത് എന്തും ചെറുതായിരിക്കില്ല ഇതിലെന്തായാലും. അയ്യേ, എന്തോ തീറ്റ സാധനമാ. ഇത് കൊള്ളാലോ, കഴിക്കടോ. എടോ, അമ്മ കൊണ്ടുവന്നല്ലേ, കഴിക്കേ. മണിക്കുഞ്ഞ്, അമ്മയെ നിർത്ത്, ഒരു ഫോട്ടോ എടുക്കാം. പിന്നെന്താ, അമ്മ നിക്ക്. വാ അമ്മേ, വാ. അമ്മേ ചേർന്ന് നിക്ക്. സാറേ, മാഡം. ആ, ഇനിയിപ്പോ എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം. ആ, അതൊരു നല്ല ഐഡിയ. വാ, എല്ലാരും കഴിക്കാം. ആ, പോ പോ. ഞാനിന്ന് പോയി നോക്കിയിട്ട് വരാം. സാറേ, ഞാൻ ആ ഫുഡിന്റെ കാര്യം ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ഒന്ന് സെറ്റ് ചെയ്യട്ടെ. തങ്കം, ഞാൻ ഇപ്പൊ വരാം കേട്ടോ. നിക്ക് നിക്ക്. ഈ പ്രസന്റിന്റെ അർത്ഥം എന്തെന്ന് പറഞ്ഞിട്ട് പോയാ മതി. നവീൻ,
എന്ത് ഭാവിച്ച ഇങ്ങോട്ട് കയറി വന്നത്? എന്റെ ജീവിതം തകർത്തത് നീയാ. ഇനി എന്റെ മകളുടെ ജീവിതം കൂടി ഇല്ലാണ്ടാക്കണോ നിനക്ക്? മാഡത്തിന്റെ ജീവിതം ഇല്ലാതാക്കാൻ ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. മാഡം എന്നോട് കാണിച്ച സ്നേഹവും കാരുണ്യവും ഒക്കെ ഞാൻ മറന്നിട്ടുമില്ല. എന്നോടുള്ള ദേഷ്യത്തിന് എന്റെ മകളെ എന്തിനാ ശിക്ഷിച്ചത്? ഇപ്പൊ പോലും അവളുടെ മരണം ആഘോഷിക്കാനല്ലേ ഈ വന്ന് നിൽക്കുന്നത്. നീ കൂടുതൽ സംസാരിക്കണ്ട, പെട്ടെന്ന് പോവാൻ നോക്ക്. ഇല്ല മാഡം, ഞാൻ എന്റെ മകളെയും അവളുടെ ഭർത്താവിനെയും കാണാൻ വന്നത്. അതൊരു അമ്മയുടെ അവകാശം. പിടിച്ച് പുറത്താക്കാൻ എനിക്കറിയാം. ഈ ഒരു സാഹചര്യത്തിലല്ലായിരുന്നെങ്കിൽ സിതാര ശ്രീനിവാസനോട് ഈ ഒരു അഹങ്കാരം കാണിക്കുന്ന നിന്നെ എന്താ ഞാൻ ചെയ്യാൻ പോകുന്നെന്ന് അറിയാലോ. എന്താ രണ്ടുപേരും കൂടി മാറി നിന്നത്? ഇപ്പോ ഞങ്ങൾ തമ്മില് വളരെ കുറച്ച് മാത്രമല്ലേ കാണാറുള്ളൂ. വിശേഷങ്ങൾ ചോദിക്കായിരുന്നു. ആയിക്കോട്ടെ, പക്ഷെ രണ്ടുപേർക്കും ഇനി ഭക്ഷണം കഴിഞ്ഞിട്ട് സംസാരിക്കാം. സിതാര വരൂ, വരൂ തങ്കം, വരൂ. താൻ എന്നോടൊപ്പം വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ബർത്ത്ഡേ. സത്യം പറഞ്ഞ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ബർത്ത്ഡേ. ആ ഗിഫ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്നോട് തനിക്ക് പറയാനുള്ളതൊക്കെ അതിലുണ്ട്. തൻ്റെ മനസ്സിലെ പ്രണയം പരിപൂർണമായി എനിക്ക് കൈമാറിയ ഫീലായിരുന്നു. ഓഫ് കോഴ്സ് സിതാര മാഡത്തിന്റെ ഗിഫ്റ്റ് വിലപിടിച്ചതാണ്. പക്ഷേ എന്റെ മനസ്സിനെ തൊട്ടത് തൻ്റെ ആ ക്യൂട്ട് പ്രസന്റ് ആയിരുന്നു. എന്തോന്നും മിണ്ടാൻ നിൽക്കുന്നേ? അത് ഞാനെന്ത് പറയാനാ? എടോ, എന്നോടൊരു ആശംസ പോലും പറഞ്ഞില്ലല്ലോ. അതിനി പ്രത്യേകിച്ച് പറയണോ? വേണം. മറ്റാരിൽ നിന്നും കേൾക്കുന്ന പോലെ അല്ലല്ലോ തന്റെ നാവിൽ നിന്ന് കേൾക്കുന്നത്. എന്നും എപ്പോഴും നവീൻ സന്തോഷായിരിക്കട്ടെ. എന്റെ ആശംസകൾ. താങ്ക് യു. Krishna